ഗുഡ് മോർണിംഗ് ടു ഓൾ. താങ്ക് യു അഞ്ജലി മാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. അഞ്ജലി മാം വളരെ നല്ല രീതിയിൽ തന്നെ എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയില്ലേ. ആർക്കെങ്കിലും തോന്നിയോ മലയാളം കൂടുതലൊന്നും അറിയാത്ത ഒരാളാണ്, തമിഴാണ് കൂടുതൽ അറിയാന്ന്? കാരണം ഫിജിക്കാർഡിൽ വന്നിട്ട് നമ്മളൊക്കെ തമിഴ് പഠിച്ചെടുക്കണ പോലെ മാം ഇവിടെ മലയാളം പഠിച്ചെടുത്താണ്. ശരിക്കും മലയാളം കുറച്ച് അറിയായിരുന്നു, പക്ഷെ ഫ്ലുവന്റ് ആയിട്ട് കിട്ടുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പൊ ഒരുപാട് വീട്ടമ്മമാരെ പല കാര്യങ്ങളും പഠിപ്പിച്ച കൺസെപ്റ്റ് ആണ് അല്ലെ ഫിജിക്കാർഡ്. അപ്പൊ അഞ്ജലി മാമിന് എത്രയും പെട്ടെന്ന് വലിയ വിജയങ്ങളൊക്കെ എത്താൻ പറ്റട്ടെ. അതേപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വലിയ വിജയങ്ങൾ എത്താൻ പറ്റട്ടെ. അപ്പൊ ഇന്ന് എന്നെ കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും ആദ്യം തന്നെ വലിയൊരു താങ്ക് യു. കാരണം ഈ ഒരു ബിസിനസ്സിൽ ഞാൻ വന്ന അതേപോലെ എനിക്കൊരു കാരണം ഉണ്ടായിരുന്നു ഇതിലേക്ക് വരാൻ. അതേപോലെ വന്നിരിക്കുന്ന ഓരോ ആളുകളാണ്, പ്രതീക്ഷകളായിട്ട് വന്നിരിക്കുന്ന ഓരോ ആളുകൾക്കും ഈ ഒരു 7am ഒരിക്കൽ കൂടി ഒരു വെൽക്കം പറഞ്ഞുകൊണ്ട്, എൻ്റെ പേര് രമ്യ. ഞാൻ പാലക്കാട് പുതുക്കോട് സ്വദേശിയാണ്. നിലവിൽ കമ്പനിയിലെ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനുണ്ടായ ഒരു കാരണം, അല്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ ഒരു തുടക്കം എന്ന ചെറിയൊരു ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അഞ്ജലി മാമിന്റെ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണേ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേര് രമ്യ എന്നാണ്. അപ്പൊ എൻ്റെ സ്വന്തം വീട് പാലക്കാട് തന്നെ മുണ്ടൂരാണ്. അപ്പോൾ അച്ഛനും അമ്മയും 3 പെൺകുട്ടികൾ അടങ്ങുന്നതാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. നല്ല രീതിയിൽ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് പോയിരിക്കുന്ന സമയത്ത് പഠിച്ചതൊക്കെ പാലക്കാട് മോയൻസിലായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ +2 ഒലോക്കോട പഠിച്ച്, പിന്നെ ഡിഗ്രി പഠിച്ചത് സ്റ്റേഷനറി VTB കോളേജിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഭയങ്കര താല്പര്യത്തോടു കൂടിയിട്ടാണ് ഫാഷൻ ഡിസൈനിങ് എന്ന മേഖലയിലേക്ക് പോയത്. അപ്പൊ ഭയങ്കര ചെറുപ്പം മുതലേ ഭയങ്കര പാട്ട്, ഡാൻസ്, അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കൽ, അങ്ങനെ എല്ലാത്തിലും എന്താ പറയാ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുപ്പം മുതലേ ഒരു 1ാം ക്ലാസ് മുതലൊക്കെ കവിത ചൊല്ലാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കവിത എഴുതും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാത്തിലും എല്ലാ ദിവസവും എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി. അത് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഫാഷൻ ഡിസൈനിങ് എന്നൊരു മോഹം തുടങ്ങി. അങ്ങനെ പഠിച്ചു. അത് പഠിച്ച സമയത്ത് അങ്ങനെ നമുക്ക് പെൺകുട്ടികളാകുമ്പോൾ പിന്നെ കല്യാണപ്രായം ആയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരിക്കുമല്ലോ നാട്ടിലും ഒക്കെ അല്ലെ. 3 പെൺകുട്ടികളായിരിക്കും, എത്രയും പെട്ടെന്ന് കൊടുക്കുക, എന്താണ് ഇനിയും നിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണേ എന്നൊക്കെ പല ചോദ്യങ്ങൾ വരും. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ആദ്യം തന്നെ ഒരു താങ്ക് യു, അതൊന്നും ചെവി കൊള്ളാതെ എന്നെ ആ ഒരു അതുവരെയൊക്കെ പഠിപ്പിച്ചതിന് അവർക്കും ഒരു നന്ദിയുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോഴാണ് കഥയൊക്കെ മാറിയത്. ഭയങ്കര മോഹങ്ങളുമായിട്ട് വന്ന ഞാന് പിന്നെ ജോലിക്ക് പോകാനൊന്നും പറ്റാതെ, ഞാൻ ഭയങ്കര പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി വേണം, അത് കൂടുതൽ ആഗ്രഹം ബൊട്ടിക്ക് സ്വന്തമായിട്ട് ഇടണം എന്നായിരുന്നു. പക്ഷെ നമ്മള് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് 2 തരം ലൈഫായിരിക്കും അവർക്ക് അല്ലെ. വീട്ടിലൊക്കെ ഉള്ള പോലെ ആയിരിക്കില്ല ചിലപ്പോൾ കല്യാണം കഴിഞ്ഞു വരുന്ന സ്ഥലത്ത്. അത് ഇവിടെ ഇരിക്കുന്ന ഓരോ വീട്ടമ്മമാരും ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ശരിയാണ് അല്ലേ എന്നൊക്കെ. നമ്മൾ ഭയങ്കര പ്രതീക്ഷയില് കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ടാവും. ഞാനൊക്കെ ഫാഷൻ ഡിസൈനിങ്ങിന് ഉറക്കമൊഴിച്ചിരുന്ന് രാവിലെ വരെ റെക്കോർഡ് ഉണ്ടാക്കലും കാര്യങ്ങളായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ വെറുതെ ആയിരുന്നു അല്ലേ എന്നൊരു തോന്നൽ ഉണ്ടായ പല ആളുകളുണ്ടാവും. 3 മണിക്ക് എണീച്ചും 2 മണിക്ക് എണീച്ചും പഠിച്ച ആളുകൾ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടും ലാസ്റ്റ് നമ്മൾ ഒന്നും എത്താതിരിക്കുന്ന ഒരു സമയമുണ്ടല്ലേ, അത് അനുഭവിച്ചാൽ മാത്രമേ അറിയുള്ളൂ അല്ലെ. ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമായിരിക്കും. അപ്പൊ അങ്ങനെ എന്താണ് പറയാ, കുറെ കാലം അങ്ങനെ പോയി. പിന്നെ കുട്ടികളൊക്കെ ആയി. അപ്പോഴും നമുക്ക് പറയില്ലേ ഉള്ളിൽ അടങ്ങാത്തൊരു അഗ്നി ഉണ്ടായിരുന്നു. അതിനിങ്ങനെ ഞാൻ പോളിഷ് ചെയ്ത് കൊണ്ടേയിരുന്നു. ആ സമയത്താണ് എന്താ പറയാ PSC കോച്ചിങ് എല്ലാരും അവസാനം പോണ ഒരു സംഭവമാണ് അല്ലെ. ഏത് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരും ഒന്ന് ട്രൈ ചെയ്യണ സംഭവമാണ്. വെറുതെ വീട്ടിലിരിക്കണോ എന്നൊരു ചോദ്യത്തിന് അല്ല ഞാൻ PSC കോച്ചിങ് ചെയ്യാണ് എന്ന് പറയാനെങ്കിലും വേണ്ടിയിട്ട് നമ്മളെല്ലാരും പോകൂലേ. അങ്ങനെ ആ പോകുന്ന സമയത്താണ് അപ്പോഴും ഞാൻ ഏട്ടനോട് ഇങ്ങനെ പറയും, എനിക്ക് ഒരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എപ്പോഴും പൗലോ പറയുന്ന ഒരു വേർഡ് ഉണ്ട്, ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ ബുക്കില്. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താ പറയാ, നിങ്ങൾ അത്രയും തീവ്രമായിട്ടാണ് കണക്കാക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് അത്രയും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലോകം തന്നെ നിങ്ങളുടെ എന്താ പറയാ ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിൽക്കും എന്ന് പറയാറുണ്ട്.
അപ്പം അത് സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരുപാട് തവണ എനിക്ക് ഫീൽ ആയ ഒരു കാര്യമാണ്. ഞാൻ PSC കോച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് വർഷങ്ങൾക്ക് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക എന്നൊരു സംഭവം. നേരത്തെ പറഞ്ഞാൽ വീട്ടിന് പുറത്ത് തന്നെയായിരുന്നു. കാരണം ഫുൾ ടൈം എന്താണ് ശനി ഞായറും മ്യൂസിക് ക്ലാസ്, അല്ലാത്ത ദിവസം ക്ലാസ്, പിന്നെ ട്യൂഷൻ എടുക്കാൻ പോലും ഇങ്ങനെയൊക്കെ ഇരുന്ന വ്യക്തി പെട്ടെന്ന് ഒരു വീടിന്റെ ഉള്ളിൽ 4 ചുമരുകൾക്കുള്ളിൽ, ഞാനൊക്കെ അന്ന് പറയാ തീഹാർ ജയിലിൽ ആണെങ്കിൽ സഹതാപകാരെങ്കിലും ഉണ്ടാവും, ഇവിടെ നോക്കുമ്പോൾ അതുപോലും ഇല്ലല്ലോ, ആരും സംസാരിക്കാനില്ല ഇവിടെ. ഫോൺ അന്നൊക്കെ ലാൻഡ് ഫോൺ ആയിരുന്ന കാലഘട്ടം മാറി. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയിൽ നിന്ന് PSC കോച്ചിങ് ആണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നത്. അപ്പൊ അത് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ PSC കോച്ചിങ്ങിന് പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തിനേക്കാളും വീട്ടിൽ നിന്ന് പുറത്ത് ചാടാൻ പറ്റിയല്ലോ എന്നതായിരുന്നു ഉദ്ദേശം. പക്ഷെ അങ്ങനെ പോയ സമയത്ത് അപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പ്രതീക്ഷയില്ലാതെ പെട്ടെന്നാണ് ഏട്ടൻ ഒരു ദിവസം വന്ന് പറയുന്നത്, ആലത്തൂർ ഒരു ഷോപ്പ് നോക്കിയിട്ടുണ്ട്, നീ ഒന്ന് പോയി നോക്ക്. അങ്ങനെ പെട്ടെന്ന് ഞാൻ പോലും പ്രതീക്ഷിക്കാണ്ട് ഒരു മാസം കൊണ്ട് ഷോപ്പൊക്കെ റെഡിയായി. അന്ന് എന്താ പറയാ അതിന്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ കയറിയിരിക്കുന്ന സമയത്ത് ഭയങ്കര പ്രതീക്ഷകളുമായിട്ട് എൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് അവിടെ സാക്ഷാത്കരിച്ചത്. അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പല ആളുകൾക്കും ചിന്തയുണ്ടായിരുന്നു, ഇത്രയും കാലം വീട്ടിൽ നിന്ന് പുറത്ത് പോലും ഇറങ്ങാത്ത ആൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ നടക്കുക, ഇവളെ കൊണ്ട് സാധിക്കുമോ എന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനും ഷോപ്പ് ഇടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ എന്നെ കൊണ്ട് നടക്കുമോ എന്ന് ഞാനും ചിന്തിച്ച സമയമുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി അങ്ങനെയാണ് കുറെ ആളുകളെ ഞാൻ പരിചയപ്പെട്ടത്. ആളുകളെ എങ്ങനെയാണ് ഞാൻ പരിചയപ്പെട്ടത്, യാത്രകള് ഡെയിലി രാവിലെ പോവാ. പക്ഷെ അപ്പോഴാണ് തുടക്കമൊക്കെ നല്ല രസമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഭയങ്കര ടാസ്ക്കാണ്. വെറുതെ വീട്ടിലിരുന്നുകൊണ്ട് ഞാന് വീട്ടിലത്തെ പണിയും ചെയ്തുകൊണ്ടിരുന്ന ഞാന് പക്ഷെ ഒരു ജോലിയും അതിന്റെ ഒപ്പം വീടും കൂടി നോക്കണത് ചെറിയ കാര്യമല്ല എന്ന് മനസ്സിലായി. കാരണം ഒരു 8:30 ആവണ സമയമാകുമ്പോഴേക്കും എൻ്റെ വീട്ടിലത്തെ സകല പണിയും, ഒരു വീട്ടമ്മേനെ സംബന്ധിച്ചിടത്തോളം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്തുകൊണ്ടിരുന്ന പണികൾ മൊത്തം ഒരു വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്തു പോകേണ്ടി വരുന്ന ഒരാൾക്ക് ചെയ്യേണ്ടി വരും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ ഒരു ഞാണിന്മേൽ കളി എന്നൊരു ലെവലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കാരണം ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവില്ല, എന്തൊക്കെ അഭ്യാസം കഴിഞ്ഞിട്ടായിരിക്കും രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോണ ആളുകൾ ഇറങ്ങുക, അവൾക്ക് ഇപ്പൊ എന്താ ജോലിക്ക് പോവല്ലേ വേണ്ടുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ വൈകുന്നേരം വരെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണ് നമ്മളിവിടെ ഒരു 8:30 എന്നൊരു സമയം ആകുമ്പോഴേക്കൊക്കെ അല്ലെ, അതിനു മുമ്പും ചെയ്ത ആളുകൾക്ക് ഉണ്ടാവും. അപ്പം പ്രഷർ കൂടുക ചെയ്യാല്ലേ, നമ്മൾ സന്തോഷത്തിലായിരിക്കും ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടാവുക. പക്ഷെ വർക്ക് പ്രഷറും അതേപോലെ തന്നെ ഫാമിലി പ്രഷറും കൂടുകയാണ് ചെയ്തിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ രാവിലെ നമ്മൾ അതുവരെ വൈകുന്നേരം വരെയൊക്കെ ഉണ്ടായിരുന്ന വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നമുക്ക് എല്ലാം ഒന്നും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. കാരണം ആ ടൈമിന്റെ ഉള്ളിൽ നമ്മൾ 9 മണിയാകുമ്പോഴേക്കെങ്കിലും ഷോപ്പ് തുറക്കണം. ആ സമയത്ത് 2 കുട്ടികളെ വിട്ടാക്കണം, ഹസ്ബൻഡിനെ വിട്ടാക്കണം, എന്റെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം. ഇങ്ങനെ മൊത്തത്തില് എന്താ പറയാ ഭയങ്കര രസകരമായിട്ട് ഒന്നിനും സമയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന യാത്ര. എൻജോയ് ആണോ സന്തോഷമാണോ ചോദിച്ചാൽ സന്തോഷമുണ്ട്. പക്ഷെ ആ സമയത്താണ് മനസ്സിലാക്കി വീട്ടിലേക്ക് പോലും, സ്വന്തം വീട്ടിൽ പോലും പോകാൻ പറ്റും. കാരണം ആകെ ഒരു ഞായറാഴ്ച ലീവ് എടുക്കുക, ആ ലീവുള്ള ദിവസം നമ്മൾ വീട്ടിലത്തെ കാര്യം നോക്കുക, അങ്ങനെ പോവാ. പിന്നെ ഫംഗ്ഷനുകൾ കുറെ ഒഴിവാക്കി. കാരണം നമുക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ സ്വന്തം ഷോപ്പാണെങ്കിൽ പോലും നമുക്ക് ഇതിനൊന്നും സാധിക്കില്ല. നമ്മൾ ഇപ്പൊ ചിന്തിക്കണ പോലെ ഭയങ്കര ആഗ്രഹമായിരുന്നെങ്കിലും അപ്പോഴാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് വലിയ കുഴപ്പമില്ലാതെ പോണ സമയത്ത് എൻ്റെ പല കസ്റ്റമറും പറഞ്ഞു, ചേച്ചിക്ക് ഇത് ചെയ്യണതിന്റെ കൂടെ ഒരു ബ്യൂട്ടി പാർലറും കൂടി സ്റ്റാർട്ട് ചെയ്തുകൂടെ. അപ്പോഴാണ് സ്വന്തമായിട്ട് ഷോപ്പിന്റെ തൊട്ടപ്പുറത്തുള്ള ഷോപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി അതും കൂടി എടുത്ത് ബിസിനസ് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തതെങ്കിലും പാർലർ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു മോഹം വന്നു. പക്ഷെ ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും ഞാൻ അവിടെ എന്ത് ചെയ്തു, എൻ്റെ എനിക്ക് ആഗ്രഹമായതുകൊണ്ട് ഞാൻ അവിടെ ഉച്ചവരെ സ്റ്റാഫൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ അവിടെ നിർത്തി 8:30 പോയിക്കൊണ്ടിരുന്ന ഞാൻ 8 മണിക്ക് മുമ്പേ റെഡി ആയിട്ട് പാലക്കാട് എത്തണമായിരുന്നു. 13 കിലോമീറ്റർ മാത്രം ഉണ്ടായിരുന്നാണ് എൻ്റെ ഷോപ്പിലേക്ക്. എങ്കിൽ ഒരു 40 കിലോമീറ്ററിൻ്റെ ഇവിടെ നിന്ന് പാലക്കാട്ടിലേക്ക് പോകാൻ. ആ പാലക്കാട് പോകാൻ വേണ്ടിയിട്ട് ഇതിനേക്കാൾ മുന്നേ ഞാൻ റെഡി ആവണമായിരുന്നു. എന്നിട്ട് ഞാൻ ആ റിസ്ക് എടുത്ത് പോയിട്ട് ഉച്ചവരെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചു. അത് കഴിഞ്ഞ് വന്ന് വീണ്ടും ഷോപ്പിലേക്ക് വരും. അങ്ങനെയൊക്കെ റിസ്ക് എടുത്തിട്ട് ഒരു പാർലറൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കറക്റ്റ് നല്ല സമയമായിരുന്നു. പാർലർ സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 മാസം വരെ നിൽക്കുമ്പോഴേക്ക് നമ്മുടെ ലോക്ക്ഡൗൺ വന്നു. കൊറോണ എന്ന വില്ലൻ എല്ലാവരെയും ലൈഫിലെ പോലെ എന്നെയും ബാധിച്ചു. അത്രയും പൈസയൊക്കെ മുടക്കി 2 ഷോപ്പുകളൊക്കെ തുടങ്ങി. ഏകദേശം അങ്ങനെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കൊറോണ ലോക്ക്ഡൗൺ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആള് ചിലപ്പോൾ ഞാനായിരിക്കുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം വീട്ടിൽ പോകാൻ പറ്റാത്ത ഞാന് അന്നത്തെ ദിവസം രാത്രി വീട്ടിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, ഒരു ശനിയാഴ്ച. കാരണം പിറ്റേ ദിവസം ലീവ് ആണെന്ന് പറഞ്ഞപ്പോൾ പോയി.
മക്കളെയൊക്കെ കൂട്ടി പോയി. പിറ്റേ ദിവസം വരണല്ലോ, അപ്പൊ ഡ്രസ്സുകൾ കാര്യങ്ങളൊന്നും കൂടുതൽ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് രാത്രിയാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. പക്ഷേ എന്താ പറയാ, 2 മാസമൊക്കെ നീളുന്നറിയില്ലോ, ഒരാഴ്ചക്ക് എനിക്ക് ലീവ് കിട്ടും. സമാധാനം, ഷോപ്പിൽ നിന്നൊരു കാരണം വീട്ടിലൊന്നും പോയി നിൽക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ച വ്യക്തിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ ആ സന്തോഷത്തിന് ഒരുപാട് ആയുസൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര എന്താ പറയാ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഓണർ വിളിച്ചു തന്നെ, രമ്യേ, വാടക ഈ മാസത്തെ പകുതി തന്നാ മതി, എന്നാലും അയക്കൂട്ടോ. അപ്പോഴാണ് ഞാൻ ആ വാടകയെ കുറിച്ച്, എന്റെ ഷോപ്പിനെ കുറിച്ചൊക്കെ ചിന്തിച്ചത്. നമ്മൾ തുറന്നില്ലെങ്കിലും നമ്മള് വാടക കൊടുക്കണം അല്ലേ? അപ്പൊ ഫിജിക്കാർഡിന്റെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിൽ എത്ര പേര് ജോയിൻ ചെയ്തിട്ട് ഇന്ന് വരെ നമ്മുടെ ഡിജിറ്റൽ സ്റ്റോറിന് വാടക കൊടുത്തിട്ടുണ്ട്? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ ആ വാടക കൊടുക്കുമ്പോഴാണ് 1 രൂപ വരുമാനം ഇല്ല. കാരണം മൊത്തത്തിൽ ലോക്കാണല്ലോ. ചക്കയും കൊണ്ട് പല പലഹാരങ്ങൾ, വീട്ടിൽ പെയിന്റ് അടി, അല്ലെങ്കിൽ വീട്ടിൽ എല്ലാവരുമായിട്ട് ഭയങ്കര ക്രാഫ്റ്റ് വർക്ക്, എന്തൊക്കെയോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വരുമാനം ഒന്നും അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വാടക ചോദിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. അത് ശരി, എന്റെ വിചാരം എല്ലാവരുടെയും അടച്ചിട്ടിരിക്കല്ലേ, ആ സമയത്ത് എന്തിനാ നമ്മൾ വാടക കൊടുക്കണം എന്നൊക്കെയായിരുന്നു ചിന്ത. പക്ഷെ അതൊക്കെ എന്റെ തെറ്റിദ്ധാരണകളായിരുന്നു. പിറ്റത്തെ മാസം മുതൽ ഏകദേശം ഒരു 1.5 വർഷത്തോളം ശരിക്കും വാടക മാത്രം കൊടുത്ത് ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിയായി മാറി ഞാൻ. കാരണം പാർലർ ആണെങ്കിൽ തുറക്കാൻ പറ്റൂല. അതില് അഥവാ തുറന്നാൽ ഹെയർ കട്ട് മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നും പറ്റില്ല. ലോക്ക്ഡൌൺ ആയിട്ട് എവിടെയും പോവാത്ത ആളുകൾ ഹെയർ കട്ട് ചെയ്യാനായിട്ട് വരുമോ, അല്ലെങ്കിൽ ത്രെഡ് ചെയ്യാനോ, അതിനൊന്നും പറ്റില്ല അല്ലെ? അന്നത്തെ സമയത്താണ് യൂട്യൂബ് അങ്ങോട്ട് ഹിറ്റ് ആയപ്പോ എല്ലാരും നല്ല നല്ല ബ്യൂട്ടീഷ്യന്മാരായി, എല്ലാവരും സ്റ്റിച്ചിങ് പഠിച്ചു, നല്ല ബേക്കർമാരായി, ഇതൊക്കെ പഠിച്ചു. പക്ഷെ അവിടെ ഒരുപാട് ആളുകളുടെ ജോലി അവിടെ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അല്ലെ? സ്വന്തമായി പഠിച്ചെടുക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്കൊക്കെ. പിന്നെ ഓൾട്രേഷൻ വർക്ക് മാത്രം ചിലപ്പോൾ വരാൻ തുടങ്ങി. ഈ ഓൾട്രേഷൻ വന്നിട്ട് നമ്മുടെ വാടക കൊടുക്കാനൊന്നും തികയില്ല. അങ്ങനെ സ്റ്റാഫിനെയൊക്കെ ഒഴിവാക്കി, ഞാൻ മാത്രമായി. അപ്പൊ 2-3 ഡ്യൂട്ടികൾ ഒരുമിച്ച്, ബ്യൂട്ടി പാർലറും നോക്കണം, ഇവിടെയും നോക്കണം, എല്ലാം കൂടി. പിന്നെ വലിയ വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ റിസ്ക് ഒന്നും ഇല്ല. എന്നാലും കാര്യങ്ങൾ നടക്കണ്ടേ? ബാങ്കുകാർ കുറച്ചു കാലമാണ് വെറുതെ വിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോ ലോണിന്റെ ആൾക്കാരും വിളിക്കാൻ തുടങ്ങി. കാരണം ലോണൊക്കെ എടുത്തിട്ടാണല്ലോ നമ്മൾ ഈ ബിസിനസ് ഒക്കെ തുടങ്ങുക. അങ്ങനെ നല്ല സമയത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴും പ്രതീക്ഷയായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവുന്നത്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴാണ് എന്റെ ഫ്രണ്ട് ഇങ്ങനെ ഈ ഒരു സംഭവം അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ കാണും, ഞാൻ ചോദിച്ചിട്ടേ ഇല്ല. നമ്മളൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് വെക്കുമ്പോൾ അറിയില്ലേ, എന്താണ് ഇവരൊന്ന് ചോദിക്കുക പോലും ചെയ്തത്. ഞാൻ എത്ര ദിവസമായി സ്റ്റാറ്റസ് വെക്കാൻ തുടങ്ങിയിട്ട്, ഇവർക്കൊന്ന് ചോദിച്ചുകൂടെ, എന്താ നീ ചെയ്യണമെന്നെങ്കിലും ചോദിച്ചുകൂടെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ? പക്ഷെ ഞാൻ എന്ന വ്യക്തി ഈ സംഭവങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. എന്റെ ഫ്രണ്ട് ഇങ്ങനെ സ്റ്റാറ്റസ് വെക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, കോട്ടൊക്കെ ഇട്ട കുറെ ആളുകളാണ്, എന്തൊക്കെയോ ഇംഗ്ലീഷ്, അതായത് ഒരു ഇംഗ്ലീഷ് കമ്പനികളോ അങ്ങനെയൊക്കെ ഇല്ലേ, നമ്മളിങ്ങനെ സാധാരണക്കാരായ ആളുകൾ കോട്ടും സുട്ടിട്ട ആളുകളെന്നും അങ്ങനെയൊക്കെ കാണില്ലല്ലോ. അപ്പൊ ഈ സ്റ്റാറ്റസിൽ മൊത്തം കാണുക കോട്ടിട്ട ആളുകള്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഡെയിലി ഇത്ര രൂപ കിട്ടുന്നു. ഇതെന്തോ വെറുതെ എന്തോ ഫേക്ക് പറയണം. കാരണം 2000, 3000, 8000, 10,000 ഒന്നും ഒരു ദിവസം കിട്ടാൻ നമ്മളിവിടെ 30 ദിവസം പണിയെടുക്കേണ്ട ഒരു രക്ഷയും കാണാനില്ല. ഇങ്ങനെ ചിന്തിച്ച ആ ഒരു മൈൻഡ് സെറ്റുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ തള്ള് മാത്രം. അപ്പൊ ഞാൻ അവനെ കൊണ്ടും കൂടുതലൊന്നും ചോദിച്ചില്ല, അത് എന്താ സംഭവം എന്നൊന്നും ഞാൻ ചോദിക്കാൻ നിന്നില്ല. കാരണം എന്തൊക്കെയോ ആരൊക്കെയോ ചെയ്യണ്ട ഈ ലോകത്തില്. അപ്പൊ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചത് വിഷയമല്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഫാഷൻ ഡിസൈനിങ്, അതേപോലെ ബ്യൂട്ടീഷ്യനിൽ നല്ല ഇതാക്കുക, വീടൊക്കെ നോക്കുക, ഇതൊക്കെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ലോകം. എങ്കിൽ അവിടെ നിന്ന് മാറി ഇതിങ്ങനെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഓരോ ദിവസവും BOP-യുടെ ലിങ്ക് വരുമ്പോൾ ഇങ്ങനെ അയച്ചുകൊണ്ട് തരും. അപ്പൊ ഞാൻ പറയും, ഞാൻ കൂടുതൽ നോ ഒന്നും പറയില്ല, ചെയ്യടാട്ടോ എന്ന് പറയും. അവൻ അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ, എടാ അന്ന് സമയം വൈകിട്ടൊന്നും എനിക്ക് പറ്റിയില്ല, ഇങ്ങനെ പറഞ്ഞ ഒരു 3 മാസത്തോളം അവനോട് എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിലാണ് ഫിജിക്കാട്ട് എന്നതിന്റെ അവസരം. ഞാൻ പറഞ്ഞ പോലെ വീണ്ടും ആൽക്കമിസ്റ്റിലത്തെ നമുക്ക് നേരാവണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് ഉള്ളിൽ അഗാധമായ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള വഴി നമുക്ക് തുറന്നു തരും എന്നുള്ളതിനുള്ള അടുത്ത കാര്യമാണ് ഫിജിക്കാട്ട് എന്റെ കയ്യിൽ കിട്ടിയത്. കാരണം അത്രയും കാലം വേണ്ട എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ഇതിലിരിക്കുന്ന എത്രയോ ആളുകള് 1 തവണയും 2 തവണയൊക്കെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് പിന്നെ അയച്ചു കൊടുക്കാത്ത ആള്, അവര് നോക്കണ പോലും ഇല്ല, അവരത് ചെയ്യണ പോലും ഇല്ല, ഇനി ഞാൻ അയക്കില്ല, അവരെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തിടും. ഇങ്ങനെ ചെയ്ത ആളുകളില്ലേ, ചെയ്യരുത് കേട്ടോ. കാരണം എന്നെ പോലെയുള്ള ആളുകളൊക്കെ ഈ ഫിജിക്കാട്ടിൽ വരാൻ ഇതൊക്കെ ഒരു കാരണമാണ്. കാരണം എനിക്ക് ഈ അവസരം തന്ന ആള് നിർത്താതെ അത് ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത്. 1-2 വട്ടം അയച്ചിട്ട് ഇവളോടൊക്കെ മനുഷ്യൻ പറയും, ഞാൻ എത്ര ദിവസമായി പറയണു എന്ന് ചിന്തിച്ചിട്ട് അത് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കില്ലായിരുന്നു. അതുകൊണ്ട് എന്റെ ഫ്രണ്ടിന് വലിയൊരു താങ്ക് യു ഉണ്ട്. കാരണം നിർത്താതെ അത് ചെയ്തതിന്. നമ്മളൊക്കെ
ഒന്നോ രണ്ടോ വട്ടം അയച്ചു കൊടുത്ത് നിർത്തും, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വിളിച്ചിട്ട് അവരെ നിർത്തും, BOPക്ക് വിളിക്കും, അവര് വന്നില്ല പറഞ്ഞാൽ അവരെ പറ്റില്ല എന്ന് ചിന്തിച്ചിട്ടായിരിക്കും നമ്മൾ ഇരിക്കാല്ലേ. പക്ഷെ അതല്ല, നമ്മൾ വരാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ നമ്മളെ ആരോ ഒരാള് നിർബന്ധിതമായിട്ടാണെങ്കിൽ ഇവിടെ കൊണ്ടുവരും എന്നുള്ള കാര്യം എന്റെ ജീവിതത്തിൽ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ യാദൃശ്ചികമായിട്ട് അന്നത്തെ ദിവസം പെട്ടെന്ന് ഞാൻ ഫിജി കാർഡിന്റെ ഒരു സൂം പോലും എനിക്ക് അറിയില്ല ഉപയോഗിക്കാൻ എങ്ങനെയാണെന്ന്. സൂം ഉപയോഗിക്കാൻ എന്നെ പഠിപ്പിച്ച കൺസെപ്റ്റ് ഫിജി കാർഡാണ്. കാരണം ആദ്യമായിട്ട് ഈ ഒരു ഫോണിൽ സൂം എന്ന ആപ്ലിക്കേഷൻ ഈ ഒരു ഫിജി കാർഡിന്റെ പ്ലാൻ കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇതിൽ ഡൗൺലോഡ് ചെയ്തത്. അതും ഒരു അഞ്ച് മിനിറ്റും കൊണ്ട്, അത്രയും 3 മാസമായിട്ട് എനിക്ക് സമയം കിട്ടിയിട്ടില്ല ഇത് ഡൗൺലോഡ് ചെയ്യാൻ. കാരണം ഇത് കേൾക്കാൻ താല്പര്യമില്ലല്ലോ, അപ്പൊ പിന്നെ എനിക്ക് എന്തിനാ ഡൗൺലോഡ് ചെയ്യണേ. അവനോട് പറയും ചെയ്തു എന്നൊക്കെ പറയും, പക്ഷെ ചെയ്യാട്ടോ എന്ന് പറയും. പക്ഷെ ഒരു 7:50 വീട്ടിലെത്തിയ ഞാൻ 8 മണിക്കുള്ള BOP അന്ന് ഇരുന്ന് കണ്ടു, ഞാനും ഹസ്ബൻഡും കൂടി കണ്ടു. പക്ഷെ ഏട്ടൻ അപ്പൊ തന്നെ പറഞ്ഞു ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോയി ചാടണ്ടാട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ ഇതിലാകെ മനസ്സിലായ ഒരു 10,000 രൂപ കിട്ടും എന്നതായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ സമയത്ത് ക്ഷീണം എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഒരു 10,000 അഡീഷണൽ ഓൺലൈനായിട്ട് ഞാനിവിടെ വൈകുന്നേരം വരെ പോയിട്ടും കിട്ടുന്നതിന്റെ കൂട്ടത്തിൽ ഒരു 10,000 കിട്ടിയപ്പോ എന്താ കുഴപ്പം? എന്റെ വാടകയും പെട്രോൾ അടിക്കാനുള്ള പൈസയും കിട്ടിയില്ലേ. ഇത് മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഫിജി കാർഡ് എന്ന ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്. നിങ്ങൾ ഇതിൽ ഈ പ്ലാന് കേട്ട സമയത്ത് പല കാരണങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്ര മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. എനിക്ക് MLM അറിയില്ല, ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയെ കേട്ടിട്ടുള്ളൂ, കൂടുതലൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ഇവിടെ വരാൻ കാരണം, ഈ ഒരു ബിസിനസ്സിലേക്ക് എനിക്ക് തോന്നിയ ഒരു കാരണം, മാസത്തിൽ ഒരു 10,000 കിട്ടിയാൽ എന്റെ കുറച്ച് കാര്യങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലേ. അല്ലാതെ ഇത് സീരിയസ് ആയിട്ട് ചെയ്യണമെന്നോ ഇത് ഇങ്ങനെയാണ് ചെയ്യണമെന്നോ ഇതിൽ ഇന്നതൊക്കെ ചെയ്യണം ഒന്നും അറിഞ്ഞിട്ടല്ല ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്. ഇന്നാണ് നമ്മൾ പ്ലാൻ കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിന്റെ ആണിവേര് വരെ തോണ്ടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അല്ലേ. പക്ഷെ ഇതൊന്നും പ്രതീക്ഷിക്കാതെ ഈ ഒരു ബിസിനസ്സിൽ വന്നപ്പോ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഇന്നുവരെ ആരും ചോദിക്കാത്തൊരു ചോദ്യം തിരിച്ചും ചോദിച്ചിട്ടുണ്ട്. അതിപ്പോ ഭയങ്കര രസകരമായിട്ട് ഞാൻ പ്ലാൻ കൊടുക്കാൻ പോണവർക്കൊക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോ ഇവരൊക്കെ എന്നെക്കാളും ബുദ്ധിയുള്ള ആളുകളാണല്ലേ എന്ന് ചിന്തിക്കും. കാരണം എന്താന്ന് വെച്ചാൽ അതിൽ ഞാൻ കേട്ട നമ്മുടെ എക്സ്പാൻഷൻ ബോണസ്, ഇന്ന് ഞാനൊക്കെ ആ പ്ലാൻ ഭയങ്കരമായിട്ട് പറയുന്ന സമയത്ത് ആളുകളൊക്കെ ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഞാൻ അതിന് അത്രയും പഠിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ എന്നെ പോലെ പൊട്ടത്തരങ്ങളായ ചോദ്യങ്ങൾ ആരും ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ്. കാരണം എക്സ്പാൻഷൻ ബോണസ് കേട്ട സമയത്ത് ഒരു സെയിൽസ് വോളിയം മാച്ച് ചെയ്താൽ 20 രൂപ എന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ കേട്ടത് എന്തായിരുന്നു അറിയോ? ഒരു SB വാങ്ങിക്കാൻ 20 രൂപ. അപ്പോ ഞാൻ ഫോൺ BOP കഴിഞ്ഞത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കോൺഫറൻസ് കോൾ ഇല്ലേ, അങ്ങനെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, എടാ ഞാൻ ഓക്കെ കേട്ടോ. കാരണം ഞാനിപ്പോഴേക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. എന്താ അറിയോ, ഒരു SPക്ക് 20 രൂപ, 100 SP എടുക്കാൻ എത്ര പൈസ മതി? 2,000. ഓ സിമ്പിൾ, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ആരും ഇതുപോലത്തെ ഒരു ആൻസർ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. നിങ്ങളത്തെ ആരും ഇതുപോലെ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവില്ല, ഇങ്ങനത്തെ ചിന്തയും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു 100 സെയിൽസ് വോളിയം പർച്ചേസ് ചെയ്യാൻ 2,000 രൂപയല്ലേ, അതൊക്കെ എന്നെ കൊണ്ട് സാധിക്കുമല്ലോ എന്ന് മാത്രം ചിന്തിച്ചപ്പോ അപ്പുറത്തെ ടോണ് ചെറുത് സൗണ്ട് കുറഞ്ഞു. ഭയങ്കര ആവേശത്തിൽ സംസാരിച്ചിരുന്ന വ്യക്തി അവിടെ, അയ്യോ അങ്ങനല്ല ചേച്ചി, അത്രയും നല്ല ആവാണ്. അപ്പൊ ഞാൻ ആകാംക്ഷയായിട്ട്, അത്രയും നല്ലേ? അല്ലല്ലോ, അവര് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഒരു SC മാച്ചായി 20 രൂപ എന്നുള്ളത് നമുക്ക് കിട്ടുന്നതാണ്, നമ്മൾ കൊടുക്കേണ്ടത് അങ്ങനെയല്ല. ആണോ? അപ്പൊ അതെങ്ങനെ ചെയ്യാം? ചേച്ചി ഒരു കാര്യം ചെയ്യ്, ഈ ആപ്പൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞപ്പോ പിറ്റേ ദിവസം കഴിഞ്ഞ എനിക്ക് PSC എക്സാം ആണ്. ആകെ ലീവ് എടുക്കണത് ഒരു ദിവസം. ഈ ഒരു PSC എക്സാമിന് പോകണ തലേ ദിവസം ലീവ് എടുക്കും. കാരണം പോകുമ്പോ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കണ്ടേ. അങ്ങനെ ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം എഴുതാൻ പോകാൻ വേണ്ടിയിട്ട് ഉള്ള ദിവസം എല്ലാവരും വീട്ടിലുള്ളവരൊക്കെ വിചാരിച്ചു ഭയങ്കര PSC പഠനമെന്ന്. സത്യം പറഞ്ഞാൽ PSC പഠിക്കുകയായിരുന്നില്ല, ഇവിടെ ലിസ്റ്റ് ഇടലായിരുന്നു. SP ലിസ്റ്റ് ഉണ്ടാക്കി കൂട്ടലായിരുന്നു എന്റെ ജോലി അന്നത്തെ ദിവസം ഫുള്ള്. അന്ന് ഫുള്ളൊരു ബുക്ക് നിറച്ചും SB ലിസ്റ്റ് ഇട്ടു. എങ്ങനെ നോക്കുമ്പോഴും 20,000ന്റെ മുകളില്. അപ്പോഴാണ് ആ യാഥാർത്ഥ്യം ഞാനും മനസ്സിലാക്കിയത്. ഇതങ്ങനെ പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന പരിപാടി അല്ലല്ലേ, പൈസ ഒക്കെ ഉണ്ടാക്കണം, 100 സെയിൽസ് വോളിയം മാച്ച് ആകുമ്പോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനൊരു ബിസിനസ് ചെയ്യണതുകൊണ്ടും ആ ബിസിനസ്സിൽ ഞാൻ ഇറക്കിയ പൈസകളുടെ വലുപ്പം, അത് ഏതൊക്കെ മേഖലയിൽ അത് ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതും എനിക്ക് തിരിച്ചറിയണം കൊണ്ട് ഞാൻ ചിന്തിച്ചൊരൊറ്റ കാര്യം, അത് ഞാൻ അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റിൽ ചിന്തിച്ചത് കൊണ്ടായിരിക്കാം പല ആളുകളും ചിന്തിക്കുക ഇത്രയും പൈസയല്ലേ ഇതിങ്ങനെയല്ലേ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ ചിന്തിച്ചൊരൊറ്റ കാര്യം, എന്റെ ഒരു പവർ മെഷീൻ വാങ്ങിക്കാനുള്ള പൈസ മാത്രമാണ് ഫിജി കാർഡ് എന്നൊരു ബിസിനസ്സിൽ ഐഡിയ അടിക്കാൻ വരുന്നുള്ളൂ. ഇത്രയാണ് ഞാൻ ചിന്തിച്ചത്. എന്നിട്ട് ഞാൻ ചിന്തിച്ച വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ പവർ മെഷീൻ ഇപ്പൊ എന്റെ അടുത്ത് 2 ഉണ്ട്. ഈ 2 മെഷീൻ വാങ്ങിക്കുമ്പോൾ ഒരു മെഷീൻ തന്നെ 20,000ന്റെ മുകളിലാണ് റേറ്റ് വരുന്നത്.
അപ്പം ആ പവർ മെഷീൻ ഞാൻ വാങ്ങി വെച്ചിട്ട് ഞാൻ അതിൽ സ്റ്റിച്ച് ചെയ്യാണ്ടിരുന്നാൽ എനിക്ക് 1 രൂപ കിട്ടില്ല. അത് അവിടെ ഒരു വെറുതെ ഒരു അസറ്റ് മാത്രം, അതായത് ഡെഡ് അസറ്റ് ആയിട്ട് കിടക്കൂലേ. അത് എത്ര നല്ല മെഷീൻ, എന്ത് സാധനം വാങ്ങിച്ചാലും നമ്മൾ ഉപയോഗിച്ചാലാണ് അതിന് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇത്ര മാത്രമേ ചിന്തിച്ചുള്ളൂ. ഒരു 20,000 രൂപയുടെ മുകളിൽ ഒരു ബില്ല് വരുന്ന സമയത്ത് എന്റെ മെഷീനും അത്ര തന്നെയാണ്. ഇപ്പൊ ലോക്ക്ഡൌൺ ആയ സമയത്ത് ഇഷ്ടമാതിരി സമയം അത് ഫ്രീ ആയിട്ട് അവിടെ കിടന്നു. എനിക്ക് 1 രൂപ ആ മെഷീൻ എനിക്ക് വരുമാനം തന്നില്ല. അതിൽ തയ്ച്ചാൽ മാത്രമേ കിട്ടുള്ളൂ അല്ലെ. അതുപോലെ എന്റെ ബ്യൂട്ടി പാർലർ വാങ്ങി വെച്ച എത്രയോ ഉപകരണങ്ങൾ, ഞാൻ ഇന്റീരിയറിന് ചെയ്ത പൈസകൾ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചാൽ മാത്രം കിട്ടുന്ന സാധനങ്ങളായപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് ഫിച്ചിക്കാർട്ടില് ഈ സാധനം. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത കുറെ സാധനങ്ങളും കിട്ടുന്നുണ്ട്. അപ്പൊ വലിയൊരു ബില്ലൊക്കെ ആവശ്യ സാധനങ്ങൾ മൊത്തം എടുക്കുമ്പോഴേക്ക് വലിയ ബില്ലാവും. അപ്പൊ ഞാൻ തന്നെ എന്റെ സ്വന്തം ബില്ല് ഇട്ടു. 50 സെയിൽസ് വോളിയത്തിന് ഫുൾ വെൽനസ് പ്രൊഡക്റ്റ്. ഈ വെൽനസ് എന്തിനാ ഉപയോഗിക്കാന്ന് എനിക്ക് അറിയില്ല. അന്ന് വരെ ഞാൻ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അന്ന് 50 സെയിൽസ് വോളിയത്തിന്റെ ഒരു വെൽനസ് പാക്ക് ഉണ്ടായിരുന്നു. അപ്പൊ റേറ്റ് കുറവും SC കൂടുതലും, ഇതാണല്ലോ നമ്മുടെ കാൽക്കുലേഷൻ. അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്ത സമയത്താണ് എന്താ പറയാ, പിന്നെ ഒരു കുറച്ച് ഗ്രോസറി, എന്താ വെച്ചാൽ കണ്ണിൽ പൊടിയിടാൻ, വീട്ടുകാരുടെ ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് എന്നോട് നുണ പറഞ്ഞിട്ടാണ് ഈ ബിസിനസ്സിൽ ഞാൻ ജോയിൻ ചെയ്തത്. ഇവിടെ പല ആളുകളും പറയും ഏട്ടൻ സമ്മതിച്ചില്ല, അച്ഛൻ സമ്മതിച്ചില്ല, ചേച്ചി സമ്മതിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ആവശ്യം എന്റേതായതുകൊണ്ടും എനിക്കായിരുന്നു ഈ ബിസിനസ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ടും ഈ അന്നത്തെ സമയത്ത് പെട്ടെന്ന് ഒരു ഇത്രയും പൈസ സംഘടിപ്പിക്കുക പറഞ്ഞാൽ റിസ്ക് തന്നെയാണ്. അപ്പൊ ഏട്ടനോട് ചോദിക്കാന്നല്ലാണ്ട് വേറൊരു വഴിയില്ല. വേറെ ആൾക്ക് കടം ചോദിച്ച് പരിചയമില്ല, ഗോൾഡൊന്നും പണയം വെച്ച ശീലമില്ല. ഇതൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും എനിക്ക് അറിയണ്ടായിരുന്നുള്ള കാര്യമല്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ഏട്ടനോട് ചോദിച്ചു, എനിക്ക് ഈ ബിസിനസ് അപ്പോഴേ ചെയ്യണ്ട പറഞ്ഞ ഒരാളത്ത് പോയിട്ട് എങ്ങനെ ചോദിക്കും. പക്ഷെ നമ്മളെല്ലാരും നമ്മുടെ ആവശ്യം നടക്കാൻ ഏത് വഴിയും സ്വീകരിക്കും എന്ന് നമുക്കറിയാലേ. അതുകൊണ്ട് തന്നെ ആകെ വിശ്വാസമുള്ള ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ ഗോൾഡ് ഒന്ന് മാറ്റി വെക്കണം പറഞ്ഞിട്ട് അങ്ങനെ നുണ പറഞ്ഞുകൊണ്ടാണ് ഈ ബിസിനസ് അവസരം ഞാൻ ഏറ്റെടുത്തത്. അങ്ങനെ ചേച്ചിക്ക് ആയതുകൊണ്ട് വേഗം ATM കാർഡ് എടുത്തു വന്നു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. കാരണം എന്റെ കയ്യിലൊരു ബിസിനസ് ഉണ്ടല്ലോ, എനിക്ക് പെട്ടെന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റും ആ പൈസ എന്ന് മാത്രം ചിന്തിച്ചിട്ട് അങ്ങനെ അന്ന് ഏട്ടനെയും പറ്റിച്ചുകൊണ്ട്, മറ്റേ ഇതിലെ സിനിമയിലൊക്കെ പറയണ പോലെ അങ്ങനെ ഏട്ടനെയും പറ്റിച്ചുകൊണ്ട് ഈ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്ത വ്യക്തിയാണ് ഞാന്. പക്ഷെ അന്ന് ആ പറ്റിച്ചു എന്നൊരു കുറ്റബോധം എന്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ആ ഏട്ടനെ ഞാൻ കമ്പനിയിലെ സെയിൽസ് ടീം മാനേജർ എന്ന റാങ്കിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 20,000 രൂപ അന്ന് എനിക്ക് പറ്റിച്ചിട്ട് തന്നാണെങ്കിലും ഇന്ന് ഞാൻ തിരിച്ച് ഒരുപാട് പൈസയായിട്ടും പദവികളായിട്ടും അംഗീകാരങ്ങളായിട്ടൊക്കെ അതെനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതിലിരിക്കുന്ന പല ആളുകളും ചിന്തിക്കുക, നമ്മള് തുടക്കത്തിലുള്ള പോലെ അല്ല, ഇത് ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അന്ന് അങ്ങനെ എന്താ പറയാ നുണയൊക്കെ പറഞ്ഞിട്ട് ചെയ്തു. പക്ഷെ അപ്പോഴേക്കാണ് അടുത്ത ടാസ്ക്, ഈ പ്രൊഡക്റ്റ് ഒക്കെ ഞാൻ എന്ത് ചെയ്യും, ഇത്രയും പൈസയുടെ സാധനമൊക്കെ കൊടുന്ന് എന്റെ വീട്ടിൽ കൊണ്ടുവരണ്ടേ. അപ്പൊ അറിയില്ലേ ഞാൻ ഇതിൽ ജോയിൻ ചെയ്തു എന്ന്. അപ്പൊ ഒരു ദിവസം കണ്ടപ്പോ തന്നെ ഇനി ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട പറഞ്ഞപ്പോഴാണ് ഇനി മുതലാണ് ഞാനും ഇതിൽ എനിക്ക് കുറെ ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കാനുള്ളത്. ഇതില് ചാറ്റ് ഓഫ് ആണെങ്കിൽ അതൊന്ന് ഓൺ ആക്കി തരണം കേട്ടോ. കാരണം കുറെ ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ചോദിക്കാനുള്ളത് എല്ലായിടത്തും. അപ്പൊ നിങ്ങളും ഇതുപോലെയാണെങ്കിൽ എനിക്ക് ചാറ്റിലൂടെ അതിനൊക്കെ മറുപടി തരണം. അപ്പം ഇങ്ങനെയായിരുന്നു എന്റെ തുടക്കം. അപ്പൊ ഇനിയാണ് നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു അടുത്തത് കിട്ടിയത് പറഞ്ഞു കഴിഞ്ഞാൽ 5 കോടി വിലമതിക്കുന്ന ഒരു ID കിട്ടി അല്ലേ. നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടില്ലേ ഇതേപോലെ ഒരു സാധനം? എനിക്ക് വാടക കിട്ടണമായിരുന്നു. ഞാനിവിടെ കുറെ പൈസ ഡെപ്പോസിറ്റ് ചെയ്തു. ഒരിക്കലും ആ സ്ഥാപനം എന്റെ സ്വന്തം ആവില്ല. അവിടെ ഞാൻ ഇരിക്കണമെങ്കിൽ എനിക്ക് വാടക കൊടുത്തുകൊണ്ടേ ഇരിക്കണമായിരുന്നു. പക്ഷെ ഇവിടെ വാടക കൊടുക്കാത്ത ഒരു സ്ഥാപനം എനിക്ക് കിട്ടി. അതെന്റെ ഫോണിലായിരുന്നു. എനിക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകായിരുന്നു അല്ലെ. ചാറ്റ് ഓപ്ഷൻ ഓഫ് ആണോ നോക്കിയതായിരുന്നു. ചാറ്റ് ഓപ്ഷൻ ഓഫ് ആണോന്ന് അറിയില്ല. അപ്പം നമുക്ക് അവിടെ എന്താ പറയാ, ഞാനിങ്ങനെ എനിക്ക് വീണ്ടും കിട്ടിയൊരു ഷോപ്പാണ് 5 കോടി. അന്നൊന്നും എനിക്ക് 5 കോടിന്റെ വില ഇതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഞാനും ഈ തുടക്കത്തിൽ ഇതൊക്കെ തന്നെയായിരുന്നു. പിറ്റേ ദിവസം മുതൽ എന്നോട് പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഒക്കെ വന്നു, ഭയങ്കര സന്തോഷായി. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി ഉണ്ടാവില്ലേ. അന്ന് വരെ എന്റെ ഷോപ്പ് ഉണ്ടെങ്കിലും ലക്ഷങ്ങൾ ഇറക്കിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം കുറെ ആളുകൾ എന്നെ അംഗീകരിക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിവിടെ എന്താ പറയാ, ഓക്കെ ഞാനത് ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല. ഒരു മിനിറ്റ്.
എനിക്ക് അറിയണില്ല കേട്ടോ. അപ്പൊ എന്താണെങ്കിലും ഇനി അപ്പൊ ടൈം പോവുള്ളൂ. അപ്പം നിങ്ങളത് എസ് ആണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും അത് സ്വന്തമായിട്ട് ഇങ്ങനെ തന്നെ അല്ലേ എന്ന് ചിന്തിച്ചാലും മതി. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ഇപ്പൊ ഞാൻ എൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ 7 AM ഞാൻ കയറിയ സമയത്ത് ഉറപ്പായിട്ടും രാവിലെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്ന സമയമാണ് ഈ 7 AM അല്ലേ. നമ്മള് പല വീട്ടമ്മമാരും പറഞ്ഞിട്ടില്ലേ, മാഡം 7 AM എന്നത് ഒരു 11 മണിക്കൊക്കെ ആക്കാൻ പറ്റുമോ? കാരണം ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര ആ സമയത്ത് ഭയങ്കര പ്രശ്നമാണ്. കാരണം എനിക്കൊന്ന് 7 മണിക്ക് കയറാൻ പറ്റില്ല. ഇങ്ങനെ ചിന്തിച്ച ആളുകളൊക്കെ ഈ കൂട്ടത്തിലല്ലേ? ഞാൻ ഉണ്ടാവൂലേ? ഷുവറായിട്ടും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം 11 മണിക്കും പറ്റില്ല. കാരണം എന്താ അറിയോ, 11 മണിക്കൊക്കെ ഞാൻ ഷോപ്പിലായിരിക്കും. ആ സമയത്ത് പോയിട്ട് 7 AM പറഞ്ഞിട്ട് 11 AM നടത്താനും എന്നെ കൊണ്ട് സാധിക്കില്ലായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിലെ കുറെ പേര് ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, 11 മണിക്കൊക്കെ ആ 7 AM ആക്കി തന്നാൽ കുറച്ച് സൗകര്യമായിരുന്നു അല്ലേ, നമുക്ക് ഈ രാവിലെ പൊരിഞ്ഞതിന്റെ ഇടയിൽ ഇതൊന്നും കേൾക്കാൻ പറ്റില്ല, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ. അപ്പോഴാണ് ഏട്ടൻ എന്നോട് ഒന്നും കൂടി, നിന്നോടല്ലേ ഞാൻ ആവശ്യമില്ലാത്തതിലൊന്നും പോയി ചാടണ്ട എന്ന് പറഞ്ഞത്. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കണേ, ഞാനൊക്കെ ഇതിൽ എപ്പോഴോ ചാടിയേ എന്നിങ്ങനെ ചിന്തിച്ചു. എന്താ അറിയോ, ഞാൻ ചാടിയിട്ടാണല്ലോ 7 AM കയറുന്നത്, ഞാനൊക്കെ എപ്പോഴോ ചാടിയല്ലോ എന്ന് ചിന്തിച്ചു. അപ്പോഴും എന്താ പറയാ, കുറ്റബോധമൊക്കെ ഉള്ളിലുണ്ടെങ്കിലും രക്ഷപ്പെടാനാണല്ലോ ചില കുറ്റബോധങ്ങൾ നമ്മൾ കുറച്ചു കാലം എടുത്തു വെക്കുക. അങ്ങനെ രാവിലെ 7 AM എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റം കൊടുന്ന ഒരു സംഭവം. കാരണം അന്ന് വരെ എനിക്ക് നല്ലതൊന്നും ആരും ഉപദേശിച്ചു തന്നിട്ടുണ്ടാവില്ല. എൻ്റെ അമ്മയൊക്കെ ചെയ്യും, അതല്ലാതെ നമ്മളെ ഉപദേശിക്കാൻ ആരാ? ഇനി അതുമല്ല, ലക്ഷങ്ങൾ മുടക്കിയ എൻ്റെ കടയിൽ ഒരാൾ പോലും എനിക്ക് ട്രെയിനിങ് തന്നിട്ടില്ല. ഒരാൾ പോലും. നിങ്ങൾക്കൊക്കെ എവിടെന്നെങ്കിലും ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ? ഫ്രീ ആയിട്ട് പൈസ കൊടുക്കാതെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത എത്ര ആൾക്കാരുണ്ടാവും? നമ്മുടെ സ്കൂളിൽ കുട്ടികളുടെ പാരന്റ്സ് മീറ്റിങ്ങിന് പോകുമ്പോൾ അവിടെ ഏതെങ്കിലും ആളുകൾ വരുമ്പോൾ ഒരു ട്രെയിനിങ്, കുടുംബശ്രീയിലാണെങ്കിൽ അവിടെ ഒരു എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ക്ലാസ്, അതല്ലാതെ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ മാറ്റം വരണം, നിങ്ങൾ ഇന്നതൊക്കെ ആവണം പഠിപ്പിച്ചു തരാൻ ഏതെങ്കിലും ട്രെയിനിങ് ഉണ്ടായിരുന്നു? ഇന്ന് വരെ ഉണ്ടാവില്ല അല്ലേ. പക്ഷെ നമ്മളിവിടെ 7 AM എൻ്റെ മാഡം, ആ സമയത്ത് നമ്മൾ വിളിച്ച ഫോൺ എടുക്കാത്ത പാർട്ണർ ഉണ്ടാവും. അതേപോലെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്ന പാർട്ണർ ഉണ്ടാവും. അവർക്ക് വേറെ പണിയില്ല, ഭ്രാന്താണ് അവർക്ക് എന്നൊക്കെ പറഞ്ഞ കുറെ ആളുകൾ ഉണ്ടാവില്ലേ. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഇന്ന് ഇവിടുന്ന് ഔട്ടായ ആളുകളായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം 7 AM എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. കാരണം ആ 7 AM ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ പിന്നീട് പല മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ആ 7 AM ഞാനിവിടെ മാറ്റം കൊടുന്നപ്പോ എനിക്ക് ഇനി അടുത്ത സെഷൻ ആണ് അല്ലെ, ഞാൻ മാത്രം ജോയിൻ ചെയ്താൽ പോരല്ലോ, എനിക്ക് കുറച്ച് ആളുകളെ ഇതിലേക്ക് എത്തിക്കണ്ടേ. അങ്ങനെ എത്തിക്കുന്ന സമയത്ത് എനിക്ക് പ്ലാൻ അറിയണം അല്ലെ, എവിടെ നിന്ന് പ്ലാൻ പഠിക്കും, എങ്ങനെ പ്ലാൻ പഠിക്കും. അപ്പോഴാണ് നമുക്ക് അതിനും നമ്മുടെ കമ്പനി ഫ്രീ ആയിട്ട് സൗകര്യം ഒരുക്കി തരുന്നുണ്ട് BOP-കളായിട്ട്. ആ BOP-ൽ നമ്മൾ എന്ത് ചെയ്യണോ, ആ BOP-ൽ നമ്മൾ പ്ലാന് പഠിക്കണോ. പ്ലാന് പഠിക്കാനായിട്ടാണ് ഇതില് ചിന്തിക്കും, ഇന്നലെ കേട്ട BOP അല്ലേ ഇന്നും, ഇവർക്ക് എന്താ വല്ല സൂക്കടുണ്ടോ, ഇന്നലെ ഇപ്പൊ ഞാൻ കേട്ടതാണല്ലോ, പിന്നെ ഇപ്പൊ ഞാൻ ഇന്നും എന്തിനാ അത് കേൾക്കണ്, അങ്ങനെയല്ല നമ്മള് ചിന്തിക്കുക. അങ്ങനെയല്ല. ജനഗണമന ആരെങ്കിലും എഴുതി പഠിച്ച ആൾക്കാരുണ്ടോ ഇതില്? ഇല്ലല്ലോ. പ്ലാന് പഠിക്കാനുള്ള ഏറ്റവും സിമ്പിൾ വഴി അതാണ്. ജനഗണമന ആരും എഴുതി പഠിച്ചവരില്ല അല്ലെ. പക്ഷെ നമ്മൾ അത് കേട്ട് കേട്ട് പഠിച്ചതാ. കാരണം സ്കൂളിൽ പോകാൻ തുടങ്ങിയ കാലം മുതൽ ദിവസവും കേൾക്കുന്നുണ്ട്. കാരണം ആ സമയത്ത് വർത്താനം പറയാനും പോലും പറ്റില്ല. എന്താ അറിയോ, അറ്റൻഷൻ ആയിട്ട് ഇങ്ങനെ നിന്നിട്ട് വേണം ജനഗണമന കേൾക്കാൻ. സ്വാഭാവികമായിട്ടും നമ്മൾ അത് പഠിച്ചു പോലും. സിനിമാ പാട്ടുകൾ എങ്ങനെയാ പഠിക്കുന്നത്? കാണാപ്പാടം പഠിക്കുകയാണല്ലേ. അത് എങ്ങനെയാണ്, എഴുതി പഠിച്ചാണോ? നമ്മള് കേട്ട് പഠിച്ചതാണ് അല്ലേ. നമ്മുടെ പ്ലാന് പഠിക്കാൻ നിങ്ങൾ എന്താ ആ വഴി ചൂസ് ചെയ്യാത്തത്? ഇവിടെ നമ്മള് അയ്യോ പ്ലാനോ, ഇത് എങ്ങനെ പഠിക്കും, ഇത്രയും റിസ്ക് ഉള്ള ഒരു സാധനം എങ്ങനെ പഠിക്കും അല്ലേ. മറ്റേ ദിലീപ് വേറൊരു സിനിമയിൽ പറഞ്ഞ പോലെ വലിയ വലിയ ബുക്കുകൾ എനിക്ക് എന്തിനാണ് ആവശ്യം, തലയണയായിട്ട് ഉപയോഗിക്കാനാണ് എന്ന് പറയില്ലേ. നമ്മുടെ ബുക്ക് തലയണയായിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ചെറിയ ബുക്കാണ് അല്ലെ. അപ്പൊ നമ്മളിവിടെ ചിന്തിച്ചാ മതി, കേട്ട് പഠിച്ചാ മതി, കണ്ടു പഠിച്ചാൽ മതി. കണ്ടു പഠിക്കാനും കേട്ട് പഠിക്കാനൊക്കെ കമ്പനി ഫ്രീ ആയിട്ട് നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ തരുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ കേട്ട് പഠിക്കാനുള്ള BOP-കളിലൂടെയാണ് ഞാൻ കേട്ട് പഠിച്ചത്. അന്നൊന്നും നമ്മൾ എവിടെയും പോയി പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ പ്ലാൻ ബുക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം കൊറോണ സമയത്ത് എല്ലാവരും ഡിജിറ്റലി ആയിരുന്നു അല്ലെ. അന്ന് നേരിട്ട് പോയി പ്ലാൻ കൊടുക്കലൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വരുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ ആ പ്ലാനൊക്കെ കേട്ട് കേട്ട് പഠിച്ചു. അപ്പൊ എൻ്റെ ആദ്യത്തെ പ്ലാൻ പ്രസന്റേഷനൊക്കെ ഇന്ന് ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ പാർട്ണറും എൻ്റെ കസ്റ്റമറും എൻ്റെ സ്റ്റാഫൊക്കെ ഇന്ന് ഫിജിക്കാർഡിൽ പല പല റാങ്കിലുണ്ട്. അവരൊക്കെ പറയുന്ന സമയത്ത് അന്നത്തെ പ്ലാൻ എന്തായിരുന്നു എന്ന് പറയുമ്പോൾ ശരിയാണല്ലേ, നമ്മൾ അന്ന് എങ്ങനെയായിരുന്നു പ്ലാൻ പറഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞത് വെച്ചാ
7am കിട്ടിയ എക്സ്പീരിയൻസ്, BOP കിട്ടിയ എക്സ്പീരിയൻസ് ഇത് അങ്ങോട്ട് വെക്കും. എന്നിട്ട് എന്താണ് ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നില്ല, അപ്പൊ അതുകൊണ്ട് മൊബൈൽ അങ്ങോട്ട് ഓൺ ആക്കി വെക്കും. ഇവിടെ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ പാർലറിലത്തെ കാര്യങ്ങളുണ്ടാവും. ഇതിന്റെ ഇടയിൽ കൂടെ ഫോൺ വിളിച്ച് വെറുപ്പിക്കുക. ഇതായിരുന്നു എന്റെ പിന്നെ അന്നത്തെ കുറെ ഡ്യൂട്ടികള്. കാരണം എന്റെ ഫ്രണ്ട്സിന്റെ നമ്പറിലേക്കും ഇവർക്കൊക്കെ വിളിക്കുക, എന്നിട്ട് വായതോരാതെ സംസാരിക്കുക. ഞാനിവിടെ തയ്ച്ചിട്ടും മതിയാവും, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ കസ്റ്റമർ വരും, ഇതൊക്കെ ഉണ്ടാവും. ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ സംസാരിച്ച് കാരണം എനിക്ക് കിട്ടിയ അറിവാണല്ലോ. അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് രക്ഷപ്പെടാൻ ഇങ്ങനെയൊക്കെ മാർഗങ്ങൾ ഉണ്ട് എന്നൊക്കെ മനസ്സിലായി. രക്ഷപ്പെട്ട ആളുകളാണല്ലോ ഇതൊക്കെ പറയണത്. അപ്പൊ സ്ഥിരമായിട്ട് കേട്ട് കഴിഞ്ഞാൽ വൃത്തിക്ക് പ്ലാന് പഠിക്കാൻ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ആ 5 കോടിയുടെ ഓപ്പർച്യൂണിറ്റിയുടെ വലുപ്പം പതുക്കെ പതുക്കെ ഞാൻ പഠിച്ചു വന്നു. പിന്നെ എന്താ പറയാ, നമ്മൾ ഈ മദ്യപാനമുള്ള ആളുകള്, അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനെ എക്സസൈസ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകള്, അല്ലെങ്കിൽ ഇന്നത് കേട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല എന്ന് പറയുന്ന ആൾക്കാര്, റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ആൾക്കാർക്ക് ട്രെയിനിന്റെ സൗണ്ട് കേട്ടാ ഉറക്കം വരില്ല എന്ന് പറയുന്ന പോലത്തെ അവസ്ഥ ചെയ്യണ്ടേ. ഒരു തരം ഭ്രാന്ത്. എന്തറിയോ, 7am കേൾക്കാതിരിക്കാൻ പറ്റില്ല, BOPകൾ അറ്റൻഡ് ഇരിക്കാൻ പറ്റില്ല, ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഒരു തരം ഭ്രാന്തായിട്ട് ഞാൻ ഏറ്റെടുത്തു. അപ്പോഴാണ് എന്നിൽ വലിയ മാറ്റങ്ങൾ വന്നത്. അങ്ങനെ ഞാൻ പ്ലാന് പഠിച്ചു. ആദ്യം പറഞ്ഞ സമയത്ത് പെർഫെക്റ്റ് പ്ലാൻ ഒന്നും അല്ല അല്ലെ. കാരണം എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് തന്നെ കുറെ ആളുകൾ എന്റെ കൂടെ വന്നു. കാരണം വിശ്വാസം, അതൊക്കെ വരുന്നത് വിശ്വാസത്തിലാണ് അല്ലെ, അല്ലാതെ പ്ലാന് പഠിച്ചിട്ടാണോ? ഞാൻ ഈ പ്ലാന് കേട്ടിട്ടല്ല ഈ ബിസിനസ്സിൽ വന്നത്. കാരണം പ്ലാന് കേട്ടപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആകെ മനസ്സിലായത് ഒരൊറ്റ കാര്യമുള്ളൂ, മാസത്തിൽ ഒരു 10,000 കിട്ടുന്നു. അല്ലാതെ നമ്മൾ ഇവിടെ പ്ലാനിനെ വലിച്ചു നീട്ടി കുറെ പറഞ്ഞിട്ടൊന്നും ആദ്യം പറയണ ആർക്കും മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ പിന്നീടാണ് ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അടുത്ത സംഭവം അല്ലെ എന്തായിരുന്നു, ഇത് ജോയിൻ ചെയ്തിട്ട് സ്റ്റാറ്റസ് അങ്ങോട്ട് വെക്കാൻ തുടങ്ങി അന്ന് വരെ എന്നോട് ഇഷ്ടമില്ലാത്ത ആളുകള്, എന്നെ തിരിച്ചറിയ പോലും അല്ലാത്ത ആളുകള് എല്ലാവരും ഉപദേശക സമിതിയായിട്ട് അങ്ങോട്ട് ഗംഭീരായിട്ട് വന്നു. നിനക്കൊന്നും ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണോ? നിനക്കുള്ള ഷോപ്പും കൊണ്ട് മുന്നോട്ട് പോയാൽ പോരെ? എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത തട്ടിപ്പിലൊക്കെ പോണ്? എന്റെ അപ്പുറത്തെ ആള് പറ്റിച്ചു, എന്റെ അമ്മായി പറ്റിച്ചു, മറ്റോര് ഇങ്ങനെ ഒരുപാട് അങ്ങോട്ട് പറഞ്ഞ് തള്ളി മറിച്ചപ്പോ ഒരു സാധാരണ മനുഷ്യനല്ലേ ഞാനും എന്ന് ചിന്തിക്കൂല്ലേ. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. അവരും അത് പറഞ്ഞോട്ടെ, നോ പ്രോബ്ലം എന്നാണ് ചിന്തിച്ചത്. കാരണം ഷോപ്പ് നടത്തിയ ഞാന് ഒറ്റയ്ക്ക് പൊരുതിയിട്ടാണ് അവിടെ നിൽക്കുന്നത്, വീട്ടിൽ ഒറ്റയ്ക്ക് പൊരുതിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഫിജി കാർഡിലെ ആരും ഒന്നും പറയാനൊന്നും പോലല്ലോ. ഇനിയിപ്പോ ഞാൻ നിർത്തി, ആരും എന്നോട് ചോദിക്കാൻ വരില്ല എന്താണ് നിർത്തി എന്ന് ചോദിക്കില്ല, തുടർന്നാലും ഒന്നുമില്ല. പക്ഷെ എനിക്ക് കിട്ടിയ ഒരു സംഭവം എന്താ പറഞ്ഞാൽ, എന്റെ ഷോപ്പിൽ ലക്ഷങ്ങൾ മുടക്കി ഞാൻ ചെയ്ത ഇതില് എന്നെ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. ഇത് ചെയ്യൂ, അത് ചെയ്യൂ, ഞാൻ ചെയ്തില്ലെങ്കിലും നീ ചെയ്യാ, ഇങ്ങനെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. സ്റ്റാഫിന് ആണെങ്കിൽ പൈസ കൊടുക്കാണ്ട് ചെയ്യില്ല. പക്ഷെ ഇവിടെ എനിക്ക് എത്ര സ്റ്റാഫിനെയാണ് വെറും 1 രൂപ പോലും കൊടുക്കാതെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇല്ലേ അങ്ങനത്തെ സ്റ്റാഫുകള്? എന്തിനും ഏതിനും റെഡി പറയുന്ന സ്റ്റാഫ് ഇല്ലേ? ഏത് ഓഫീസിൽ കിട്ടും, ഏത് ബിസിനസ് സ്ഥാപനത്തിൽ കിട്ടും? നമ്മൾ പൈസ കൊടുക്കാതെ നമുക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിട്ടുള്ള എത്ര സ്റ്റാഫിന് നിങ്ങൾക്ക് കിട്ടും? ഈ ഒരു 3, 4, 5 വർഷമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളും ഈ ബിസിനസ്സിലെ 1 രൂപ ആർക്കെങ്കിലും സ്വന്തം കയ്യിൽ നിന്ന് സാലറി കൊടുത്തിട്ടുണ്ടോ? അത് കൊടുത്ത ആളുകൾക്കാണ് അതിന്റെ ഫീൽ അറിയുള്ളൂ. കാരണം വാടക ഇനത്തിലും സ്റ്റാഫിന് കൊടുക്കുന്ന പൈസയിലും ഇതിലൊക്കെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? പൈസ കൊടുത്തിട്ടുണ്ട്. ലക്ഷങ്ങളാണ് ഞാൻ വാടക മാത്രം കൊടുത്തിരിക്കുന്നത്. ആ സമയത്ത് ഫിജി കാർഡിൽ വന്ന സമയത്ത് ഞാൻ 1 രൂപ ഇന്ന് വരെ ബോച്ചയ്ക്ക് വാടക കൊടുത്തിട്ടില്ല. നിങ്ങൾ എത്ര പേര് കൊടുത്തിട്ടുണ്ട്? എത്ര രൂപ വാടക കൊടുത്തിട്ടുണ്ട്? ഒരു ദിവസം 30,000 കിട്ടുന്നുണ്ട്. ഇതിലിരിക്കുന്ന എത്ര പേർക്ക് ഒരു ദിവസം 30,000 ഉണ്ടാക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്? എത്ര പേർക്കുണ്ട്? അല്ലെങ്കിൽ ഒരു മാസം 30,000 പോലും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾ ഒരു ദിവസം 30,000 വാങ്ങിക്കണില്ലേ? പിന്നെ അടുത്തതാണ് വാട്സപ്പ്. വാട്സപ്പിലാകെ ഷെയർ ചെയ്യാനും സ്റ്റാറ്റസ് വെക്കാനും മാത്രം അറിഞ്ഞ രമ്യ ഇന്ന് എന്തൊക്കെയാണ് വാട്സപ്പിൽ പഠിച്ചിരിക്കുന്നത്? ഫിജി കാർഡ് വന്നു, ഞാൻ പെട്ടു. ഫിജി കാർഡിൽ എന്റെ പൈസ പോയി. ഫിജി കാർഡിൽ എന്നെ അവള് പറ്റിച്ചു. ആ ഭാഗത്ത് കൂടെ നടക്കാൻ പറ്റുന്നില്ല പ്ലാൻ കൊടുത്ത വ്യക്തിക്ക്, അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യിപ്പിച്ച വ്യക്തിക്ക് അല്ലെ. നിങ്ങൾ മനസ്സിലാക്കുക, ജോയിൻ ചെയ്ത വ്യക്തി അങ്ങനെ ആയിരിക്കാം, പക്ഷെ കുറ്റം ആരായിരുന്നു? മാടമ്പള്ളിയിലെ മനോരോഗി ശ്രീദേവിയാണോ ഗംഗയാണോ എന്ന തിരിച്ചറിവാണ് നമുക്കിവിടെ ആദ്യം വേണ്ടത് അല്ലെ. ഗംഗയാണെന്ന് തിരിച്ചറിയുമ്പോഴേക്ക് ക്ലൈമാക്സിനെത്തി. അപ്പോഴേക്കും നമ്മുടെ കുറെ സമയം പോയി. അത് ആദ്യം തന്നെ തിരിച്ചു. നമ്മൾ ഓൾറെഡി മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടല്ലോ. അതില് ആ ഗംഗേനെ തിരിച്ചറിയാനാണ് അത്രയും ആ സിനിമ മൊത്തം കൊണ്ടുപോണത്. പക്ഷെ ഇവിടെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും ആ തിരിച്ചറിവുകൾ നമ്മളിവിടെ അറിവുകളാക്കിയിട്ടും അറിയപ്പെടുന്ന വ്യക്തികളാക്കിയിട്ടും നമുക്ക് കുറെ ഗുണങ്ങളായിട്ട് മാറ്റുക എന്നുള്ളതാണ് കാര്യം. അങ്ങനെ ഞാൻ എന്നിലെ ഗംഗയെ തിരിച്ചറിഞ്ഞു. കാരണം
വാട്സപ്പിൽ ഒന്നും അറിയാതിരുന്ന ഞാന് എന്താണ് ആകെ കാരണം എനിക്ക് സമയമില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം എനിക്ക് സമയമില്ല. എല്ലാവരോടും പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് സമയമില്ല. സത്യമാണ്, വെറുതെ പറഞ്ഞല്ല, സമയമില്ല. കാരണം രാവും പകലും ഇരുന്ന് അടിക്കല്, വൈകുന്നേരത്ത് വന്നാലും ഇവിടെ തയ്ക്കലായിരുന്നു എന്റെ പണി. എന്റെ അമ്മയൊക്കെ പറയും, ഒന്ന് നിർത്തുവോ ആ പരിപാടി, ആ ഷോപ്പ് നീ നിർത്തിക്കോ, എന്നിട്ട് വെറുതെ കുറച്ചെങ്കിലും ഇരിക്കും എന്ന് പറഞ്ഞ സമയമുണ്ട്. പക്ഷെ വാട്സപ്പില് ഷെയർ മാത്രം അറിഞ്ഞ ആളുകള് ഇവിടെ എന്തൊക്കെ പഠിച്ചു? ഷെയർ മാത്രം ബാക്കി പഠിച്ച നകുലനും ഹാപ്പിയായി. ഇവിടത്തെ നകുലേട്ടൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോ. കാരണം ചീത്തകൾക്കൊക്കെ വളരെ എന്താണ് ഇത് കുറഞ്ഞിട്ടൊക്കെ ഉണ്ട്. വലിയ മാറ്റങ്ങൾ എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് ഫിജിക്കാർഡ് കാരണം. അപ്പം എന്താ ഇവിടെ ഞാൻ വാട്സപ്പില് എന്തൊക്കെ പഠിച്ചു? നിങ്ങൾക്ക് എത്ര പേർക്ക് വാട്സപ്പില് ഇതിനു മുമ്പ് സാധാരണ വീട്ടമ്മമാര് അല്ലാത്ത ആളുകള് വാട്സപ്പില് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പഠിച്ചു, ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പഠിച്ചു, അതേപോലെ ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കാൻ പഠിച്ചു, പിൻ ചെയ്ത് വെക്കാൻ പഠിച്ചു, അതേപോലെ തന്നെ എന്താ പറയാ ആർച്ചീവ്ഡിൽ കുറെ ഗ്രൂപ്പ് ഇതാക്കാൻ പഠിച്ചു, അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യാൻ പഠിച്ചു, താഴെ ടൈപ്പ് ചെയ്യാനൊക്കെ, അതുപോലെ കട്ട് ചെയ്യാന്, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാന്, ഇതൊക്കെ നമ്മൾ പഠിച്ചില്ലേ വാട്സപ്പിലൂടെ. അതേപോലെ വോയിസ് ഇടാൻ പഠിച്ചു, അതേപോലെ ചാറ്റ് ചെയ്യാൻ പഠിച്ചു, വീഡിയോ ഓൺ ആക്കിയിട്ട് വീഡിയോ ചെയ്യാൻ പഠിച്ചു. അതേപോലെ തന്നെ പിന്നെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? പിന്നെയും കുറേ സാധനങ്ങൾ വാട്സപ്പിൽ ഉണ്ട് അല്ലേ. സ്റ്റാറ്റസിൽ നമുക്ക് ഇൻസ്റ്റയിലേക്കും എഫ് ബിയിലേക്കൊക്കെ അത് ഒരു സ്റ്റാറ്റസ് നമ്മൾ വാട്സപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ അതിലേക്കും കൂടി കാണാം. ഒറ്റ സ്റ്റാറ്റസ് വെച്ചാൽ ഇൻസ്റ്റയിലും എഫ് ബിയിലൊക്കെ അത് സ്റ്റോറിയായി മാറും. അങ്ങനെ അത് ചെയ്യാൻ പഠിച്ചു. പിന്നെ സ്റ്റാറ്റസിൽ എത്ര പേര് കണ്ടു എന്ന് നോക്കാൻ പഠിച്ചു. കോൾ ചെയ്യാനൊക്കെ ചിലപ്പോൾ നേരത്തെ അറിയുമായിരിക്കും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലെ. ക്ലിയർ ചാറ്റ് ചെയ്യാൻ പഠിച്ചു. പിന്നെ ആരൊക്കെ വാട്സപ്പിൽ എന്റെ സ്റ്റാറ്റസ് കാണണം, ബാക്കിയുള്ളവരെ ഓഫ് ചെയ്ത് വെക്കാൻ പഠിച്ചു ഇല്ലേ. അതുപോലെ മീഡിയ വിസിബിലിറ്റി ഓഫ് ചെയ്യാനും ഓണാക്കാനും പഠിച്ചു. വാട്സപ്പിൽ തന്നെ എന്തൊക്കെയാ പഠിക്കാനുള്ളത്? നിങ്ങൾക്ക് ഇതുവരെ ആരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ ഈ സാധനങ്ങളൊക്കെ? ഫിജിക്കാർഡിൽ വന്നതുകൊണ്ട് മാത്രം പഠിച്ചാണ് ഞാൻ. സൂം ഉപയോഗിക്കാൻ അറിയാത്ത ഞാൻ ഇന്ന് ഇവിടെ ഷെയർ ചെയ്തിട്ട് സൂം ചെയ്യാൻ പഠിച്ചു. ഇത് പഠിപ്പിക്കാൻ പറ്റി ഇല്ലേ. ഇനി അതേപോലെ തന്നെ ഏറ്റവും വിറ്റ് എന്താ അറിയോ? ഇന്ന് വരെ സ്വന്തമായിട്ട് ഫിജിക്കാർഡിൽ വരുന്നതിന് മുമ്പ് വില കൂടിയ സാധനങ്ങളും ഒന്നും ഉപയോഗിക്കാത്ത നമ്മളെയൊക്കെ വില കൂടിയ സാധനങ്ങൾ ഉപയോഗിക്കാൻ പഠിപ്പിച്ചില്ലേ. മരിക്കണതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെ ആ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ നമ്മളെ കൊണ്ട് വോച്ചെ പഠിപ്പിച്ചില്ലേ, അല്ലെങ്കിൽ നമ്മളെ ഈ ബിസിനസ്സിലേക്ക് കൊടുന്ന ആളുകൾ പഠിപ്പിച്ചില്ലേ.